ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടർ അതോറിറ്റി എയുടെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് മിക്സ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ സെഷനകത്ത്. വാട്ടർ അതോറിറ്റി എയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫോർ ദാറ്റ് നിങ്ങൾക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം എക്സാമിന് അധികം ദിവസങ്ങളില്ല ഇനി. നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 35 days 40 days ഒക്കെ ഉള്ളൂ ലാസ്റ്റ് ആയിട്ട്, അല്ലേ? അപ്പം നമുക്ക് ആ ഒരു ബേസിസിൽ എക്സാമിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം എന്നിരുന്നാലും നമുക്ക് ഈ ഒരു എക്സാം ഈ ഒരു കുറഞ്ഞ സ്പാനിനുള്ളിൽ ഇനി നമുക്കറിയാം ഇനി കുറച്ച് ഡേയ്സ് ഉള്ളത് റിവിഷന്റെ ഡേയ്സും അതുപോലെ തന്നെ പഠിച്ചത് ക്വസ്റ്റ്യനിലൂടെ അഡീഷണൽ പോയിന്റ്സ് ഒക്കെ പഠിക്കാനുള്ള ഒരു ടൈമും കൂടിയാണ്. സോ നമുക്ക് എന്താണ് നമുക്ക് ഈ ഒരു കാര്യം, അതായത് ഈ ഒരു നമ്മുടെ ഈ ഒരു കുറച്ച് ഡേയ്സിനുള്ളിൽ എങ്ങനെ എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിന് ബേസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഒരു ഗോൾഡ് ബാച്ച് 35 days സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ വിത്ത് അസ്, നമ്മളോട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ നമ്മുടെ ജോയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു പർട്ടിക്കുലർ ടീമിലേക്ക്. താഴെ കാണുന്ന നമ്പർ, സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം. നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ കുറച്ച് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, in an inclined terrain, if the elevation difference between two ends of a line is h and inclined length of the line is l, then the correction for slope is. Good evening all and welcome to the session. ഒരു ഇൻക്ലൈൻഡ് ടെറൈൻ ആണുള്ളത്. അതിൽ ഇൻക്ലൈൻഡ് ടെറൈനിൽ ഇഫ് ദ എലിവേഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ ടു എൻഡ്സ് ഓഫ് എ ലൈൻ, ആ ലൈൻ്റെ രണ്ട് എൻഡിൻ്റെയും തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് സ്മോൾ എച്ചും അതുപോലെ തന്നെ അതിൻ്റെ ഇൻക്ലൈൻ ലെങ്ത് ഓഫ് ദ ലൈൻ ഇസ് എൽ, ഈ ലൈൻ്റെ ഇൻക്ലൈൻഡ് ലെങ്ത് ക്യാപിറ്റൽ എല്ലും ആണെങ്കിൽ കറക്ഷൻ ഫോർ സ്ലോ സി എസ് ഇസ് ഈക്വൽ ടു എന്താണ്? യെസ്, ഓപ്ഷൻ ഡി, h²/2l. h²/2l കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രോബ്ലം ആണ്. അപ്പം നമുക്ക് പ്രോബ്ലം ആയിട്ടോ തിയറി ആയിട്ടൊക്കെ വരാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് h²/2l. അപ്പോൾ ഓർക്കുക, എൽ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ലെങ്ത് ആണ്. അപ്പൊ ഇൻക്ലൈൻഡ് ലെങ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പ്രോബ്ലത്തെ ഇൻക്ലൈൻഡ് ലെങ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് h ആണെങ്കിൽ, അതുപോലെ തന്നെ ഈ സൈഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എൽ ബൈ പൈതഗോറസ് തിയറം, അല്ലേ? പൈതഗോറസ് തിയറം വഴി എൽ കണ്ടുപിടിച്ചിട്ട് h²/2l ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ക്വസ്റ്റനിൽ ഏത് പാരാമീറ്റർ ആണോ തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Second question, if the whole circle bearing is 315 degree 20 minutes, its quadrantal bearing would be. Whole circle bearing 315 degree 20 minutes ആണെങ്കിൽ quadrantal bearing എത്രയായിരിക്കും? Option A, south 36 degree 30 minute west. Option B, north 44 degree 40 minute west. Option C, north 57 degree 24 minute west. Option D, south 60 degree 40 minute west. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആംഗിൾ എത്രയാണ്? 315 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ വരെ 180 270. അപ്പൊ നമുക്കറിയാം ഫോർത്ത് ക്വാർട്ടറിൽ എവിടെയോ ആണ് നമ്മുടെ ലൈൻ എന്ന് പറയുന്നത്. ലൈൻ എ ബി ഉണ്ടെങ്കിൽ അതിന്റെ ഹോൾ സർക്കിൾ ബെയറിംഗ് ആണ് എത്ര? 315 ഡിഗ്രി 20 മിനിറ്റ്സ്, അല്ലേ? ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹോൾ സർക്കിൾ ബെയറിംഗ് തന്നിട്ടുണ്ട്, ക്വാഡ്രന്റൽ ബെയറിംഗ് കണ്ടുപിടിക്കണം. അപ്പൊ ക്വാഡ്രന്റൽ ബെയറിംഗ് നമ്മൾ നോർത്തിൽ നിന്ന് ഏതാ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, ഏതാണ് എളുപ്പം അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് ഇവിടെയാണ് കിടക്കുന്നത്, നോർത്ത് വെസ്റ്റ് ആണെന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ എയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. നോർത്ത് വെസ്റ്റ് ആണ്. ഈ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 360 മൈനസ് 315 ഡിഗ്രി 20 മിനിറ്റ്.
44 degree 40 minutes വരെ. ആൻസർ ഓപ്ഷൻ ബി, നോർത്ത് 44 degree 40 minutes. ഓക്കെ, എല്ലാവരും ബി പറഞ്ഞിട്ടുണ്ട്. ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കി ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ എ ചേഞ്ച് പോയിന്റ്? ചേഞ്ച് പോയിന്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സൈറ്റ് ഏതൊക്കെയാണ്? ബാക്ക് സൈറ്റ്, ഇന്റർമീഡിയറ്റ് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്, ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ഇന്നലത്തെ എക്സാമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എസ്.എസ്.സിക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് വിൽ ബി ആപ്ലിക്കബിൾ ഫോർ എ ചേഞ്ച് പോയിന്റ്? ചേഞ്ച് പോയിന്റിൽ ഏതൊക്കെ സൈറ്റുകൾ ആപ്ലിക്കബിൾ ആണ്? യെസ്, ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ഓപ്ഷൻ ഡി, ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ്. ഇനി നമുക്ക് ഈ ചേഞ്ച് പോയിന്റിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ചേഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് പോയിന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഷിഫ്റ്റ് ഓഫ് ദ ലെവൽ. അതായത് നമ്മൾ ലെവല് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഒരു അടയാളമാണ് നമ്മളവിടെ ചേഞ്ച് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ചേഞ്ച് പോയിന്റ് നമ്മൾ എന്തൊക്കെ എടുക്കുന്നു? ബാക്ക് സൈറ്റും എടുക്കുന്നു, അതുപോലെ തന്നെ ഫോർ സൈറ്റും എടുക്കും. ഇനി ഇതില് ഏറ്റവും ആദ്യം എടുക്കുന്ന ഏതാണ്? ബാക്ക് സൈറ്റ് ആണോ ഫോർ സൈറ്റ് ആണോ? In a change point, the very first reading taken as the PSC exam ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബാക്ക് സൈറ്റ് എന്നാണ് എല്ലാവരും ആൻസർ പറയുന്നത്. ഓക്കെ, ഇത് ആൻസർ വെരി ഫസ്റ്റ് റീഡിംഗ് എന്ന് കണ്ടിട്ട് ബാക്ക് സൈറ്റ് എന്ന് പറയരുത്. ഇവിടെ നമുക്ക് ആൻസർ ഫോർ സൈറ്റ് ആണ്. നമ്മൾ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുക്കുന്ന റീഡിംഗ് ഫോർ സൈറ്റ് ആണ്. കാര്യം എന്താന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ നമ്മുടെ ടെറൈൻ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിൽ ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇതാണ് എൻ്റെ ചേഞ്ച് പോയിന്റ്. ഇതാണ് എൻ്റെ ചേഞ്ച് പോയിന്റ്. ഈ ചേഞ്ച് പോയിന്റിൽ ഞാൻ എന്ത് വെച്ചു? സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ സ്റ്റാഫാണ്, ലെവലിംഗ് സ്റ്റാഫാണ്. ഇനി ഇവിടെ ഞാൻ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത്, എവിടെയോ ഏതോ ഒരു പോയിന്റ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത്, ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. ഇവിടെ ഏതോ ഒരു പോയിന്റ് ഉണ്ട്, സേ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ എയിലേക്ക് ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്ത് ആദ്യം ഞാൻ എടുക്കുന്ന റീഡിംഗ് എന്താണ്? ഇവിടുത്തെ ബാക്ക് സൈറ്റ് ആണ് നോർമലി. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ ചേഞ്ച് പോയിന്റിലേക്ക് എന്തെടുക്കുന്നു? ഫോർ സൈറ്റ് എടുക്കുന്നു. ചേഞ്ച് പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ ഷിഫ്റ്റ് ഓഫ് എ ലെവൽ അവിടെ ഷിഫ്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. സോ നമ്മൾ ചേഞ്ച് പോയിന്റിലേക്ക് ഫോർ സൈറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രുമെന്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നതിന് ശേഷം ആ ഇൻസ്ട്രുമെന്റ് അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ചേഞ്ച് പോയിന്റിലേക്ക് ഒരു റീഡിംഗ് എടുക്കും. അതാണ് എന്ത്? അതായത് ഇൻസ്ട്രുമെന്റ് സെറ്റിംഗിലെ ഈ ഇൻസ്ട്രുമെന്റ് സെറ്റിംഗിലെ ആദ്യത്തെ റീഡിംഗ് ആണ്. സോ ഇറ്റ് ഇസ് എ ബാക്ക് സൈഡ്. അപ്പൊ ചേഞ്ച് പോയിന്റിനെ സംബന്ധിച്ച് നമ്മുടെ ചേഞ്ച് പോയിന്റിൽ ആദ്യം എടുത്ത റീഡിംഗ് ഏതായിരുന്നു? ബാക്ക് സൈറ്റ് ആണ്, ഫോർ സൈറ്റ് ആണ് എടുത്തത് അല്ലേ? ചേഞ്ച് പോയിന്റിനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ് സെറ്റപ്പിൽ ഇവിടെ വെച്ചിട്ട് ഓൾറെഡി നമ്മുടെ ചേഞ്ച് പോയിന്റിലോട്ട് ഫോർ സൈറ്റ് എടുത്തതിന് ശേഷമാണ് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അതേ ചേഞ്ച് പോയിന്റിലോട്ട് നമ്മൾ എന്തെടുത്തത്? ബാക്ക് സൈറ്റ് എടുത്തത്. അപ്പം ചേഞ്ച് പോയിന്റ് വിത്ത് റെഫറൻസ് നമ്മൾ പറയുവാണെങ്കിൽ ചേഞ്ച് പോയിന്റിൽ ബാക്ക് സൈറ്റും ഫോർ സൈറ്റ് എടുക്കുമെങ്കിലും ചേഞ്ച് പോയിന്റിൽ എടുക്കുന്ന ആദ്യത്തെ റീഡിംഗ് ഏതാണ്? ഇറ്റ് ഇസ് ഫോർ സൈറ്റ്. അപ്പൊ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചേഞ്ച് പോയിന്റിൽ നമ്മൾ ആദ്യം എടുക്കുന്ന സൈറ്റ് ഏതാണ്? ഇറ്റ് ഇസ് ഫോർ സൈറ്റ്. ക്ലിയർ ആണോ ഇത്? കമന്റ് ചെയ്യൂ, ക്ലിയർ ആണോ എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് methods of computing area assumes that short length of the boundary between ordinates are parabolic arches? അതായത് നമ്മൾ ബൗണ്ടറി ഉണ്ടെങ്കിൽ ആ ബൗണ്ടറിയുടെ ഇടയിലുള്ള ഷോർട്ട് ലെങ്ത് എന്ന് പറയുന്നത് പാരാബോളിക് ആർച്ചസ് ആണ് അസ്യൂം ചെയ്യുന്ന ഏരിയ കമ്പ്യൂട്ടേഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? ആവറേജ് ഓർഡിനേറ്റ് റൂൾ, മിഡിൽ ഓർഡിനേറ്റ് റൂൾ, സിംപ്സൺസ് റൂൾ ആൻഡ് ട്രപ്പീസോയിഡൽ റൂൾ. ഇതിലേതാണ്? പാരാബോളിക് ആർച്ചസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന മെത്തേഡ് ഏതാണ്?
കമന്റ് ചെയ്തോളൂ, ആൻസർ കമന്റ് ചെയ്യൂ. കണ്ട ഉടനെ ആൻസർ പറയേണ്ട സ്റ്റേജ് എത്തി. നമുക്കിനി വെറും കുറച്ച് ദിവസങ്ങൾ 35 to 40 days മാത്രമേ ഉള്ളൂ എക്സാമിന്. ഇനിയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആലോചിച്ച് സമയം കണ്ടെത്തണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി നിങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ നമ്മുടെ ഓർഡിനേറ്റ്സിന്റെ ഇടയിലുള്ള പർട്ടിക്കുലർ ബൗണ്ടറി എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് എ പാരാബോളിക് ആർച്ച് എന്ന് അസ്യൂം ചെയ്ത് നമ്മൾ ഏരിയ കമ്പ്യൂട്ടേഷൻ നടത്തുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് സിംപ്സൺസ് 1/3 റൂൾ. ഇതാണ് ഓപ്ഷൻ സി, സിംപ്സൺസ് റൂൾ ആണ്, അഥവാ സിംപ്സൺസ് 1/3 റൂൾ എന്ന് പറയും. ഓക്കെ, സപ്പോസ് ഇവിടെയുള്ള ഓർഡിനേറ്റ് O0 ഇത് O1 ഇത് O2 ആണെന്നിരിക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിംപ്സൺസ് 1/3 റൂൾ പ്രകാരം നമ്മുടെ ടോട്ടൽ ഏരിയ എ ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്, D/3 ഇൻറ്റു എന്താ വരിക, O0 പ്ലസ് എന്ത് ഓർഡിനേറ്റ് പ്ലസ് എന്താണ് 4 ഇൻറ്റു O1 പ്ലസ് O3 പ്ലസ് എക്സെട്ര On-1 പ്ലസ് 2 ഇൻറ്റു O2 പ്ലസ് O4 പ്ലസ് എക്സെട്ര On-2. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സിംപ്സൺസ് 1/3 റൂൾ വെച്ചിട്ട് ഏരിയ കാൽക്കുലേഷൻ നടത്തും. അപ്പോൾ ഇത് വെച്ച് പ്രോബ്ലം വന്നിട്ടുണ്ട്, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഏരിയ വോളിയം കാൽക്കുലേഷനിലെ എല്ലാ മെത്തേഡും വെച്ചിട്ട് ഫോർമുലാസ് ഇന്നിപ്പം നിങ്ങളിപ്പം ഈ സെഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നോക്കി എഴുതി വെക്കുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഏരിയ വോളിയം കാൽക്കുലേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. അതുപോലെ തന്നെ നോക്കി വെക്കേണ്ടതാണ് ടേപ്പ് കറക്ഷൻ. ടേപ്പ് കറക്ഷനിലെ പ്രോബ്ലംസ് അതും നോക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ബൾക്കിംഗ് ഓഫ് സാൻഡ് occurs in the moisture content of 3%, 5%, 10%, 12%. എത്ര മോയ്സ്ചർ കണ്ടന്റിലാണ് നമുക്ക് ബൾക്കിംഗ് ഓഫ് സാൻഡ് ഉണ്ടാവുക? യെസ്, 2-5% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 2-5% ആണ്. അതായത് നമുക്ക് സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട്, സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇത് വാട്ടർ ആണ്, ഇതാണ് സാൻഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഈ സാൻഡ് പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് കാപ്പിലറി ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. കാപ്പിലറി ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള ഫോഴ്സ് ആണല്ലേ. അപ്പൊ ഈ വാട്ടർ പാർട്ടിക്കിൾസ് കാരണം കാപ്പിലറി ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ കാപ്പിലറി ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സാൻഡ് പാർട്ടിക്കിൾസിനെ ദൂരെ ദൂരെ നിർത്തുകയും അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് വോളിയം അല്ലെങ്കിൽ വോളിയം ഭയങ്കരമായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഫിനോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാൻഡിന്റെ പ്രോപ്പർട്ടി ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയും. ഈ ബൾക്കിംഗ് ഓഫ് സാൻഡ് ഉണ്ടാകുന്നത് 5% മോയ്സ്ചർ കണ്ടന്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് എ stanchion is 4 meter and least radius of gyration of its cross section is 5, then the slenderness ratio of the stanchion is. ഇതും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺസപ്പോർട്ടഡ് ലെങ്ത് നമുക്ക് 4 മീറ്ററും ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ 5 ആണെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോയുടെ വാല്യൂ എത്ര ആണ്? എന്താണ് സ്ലെൻഡർനെസ് റേഷ്യോ? ലാംഡ ലെങ്ത് ഡിവൈഡഡ് ബൈ ആർ മിനിമം, ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ലേ. എഫക്റ്റീവ് ലെങ്ത് ഇവിടെ നമുക്ക് 4 മീറ്റർ എന്നാണ് തന്നേക്കുന്നത്. സോ 400 ഡിവൈഡഡ് ബൈ 5. ഓപ്ഷൻ എത്ര വരെ? 80. ഓപ്ഷൻ സി 80 ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which one of the following expression represents a continuity equation in case of a steady compressible flow? ഒരു സ്റ്റഡി കംപ്രസിബിൾ ഫ്ലോയുടെ കേസിലുള്ള കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെ ഇസ് ഈക്വൽ ടു 0. ഡോ യു ബൈ ഡോ എക്സ് മൈനസ് ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. നൺ ഓഫ് ദി എബവ്. യെസ്, എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു 0. ഇതാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ കേസ് ഓഫ് എ സ്റ്റഡി ഇൻകംപ്രസിബിൾ ഫ്ലോ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A tape of length W and weight capital W kilogram per meter is suspended at its end with a pull of P kilogram. The sag correction is. B. B ആണോ പറയുന്നത്? വെയിറ്റ് W കിലോഗ്രാം പെർ മീറ്റർ ആണ്, L ലെങ്ത് ആണെങ്കിൽ കറക്ഷൻ ഫോർ സാഗ് അല്ലെങ്കിൽ സാഗ് കറക്ഷൻ ഇസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ. യെസ്, ഓപ്ഷൻ സി ആണ്. W സ്ക്വയർ L ബൈ 24 P സ്ക്വയർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. റിവറ്റ്സ് ആർ സ്പെസിഫൈഡ് ബൈ ടൈപ്പ് ഓഫ് ഡയാമീറ്റർ, ലെങ്ത് ആൻഡ് ഹെഡ് സൈസ്. ഓപ്ഷൻ ബി ടൈപ്പ് ഓഫ് ഡയാമീറ്റർ, ഓപ്ഷൻ സി ടൈപ്പ് ഓഫ് ഡയാമീറ്റർ ആൻഡ് ലെങ്ത്, ഓപ്ഷൻ ഡി ടൈപ്പ് ഓഫ് ഡയാമീറ്റർ, ലെങ്ത് ആൻഡ് മോഡ് ഓഫ് റിവറ്റിംഗ്. എന്താണ് കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ. യെസ്, ടൈപ്പ് ഓഫ് ഡയാമീറ്റർ, ഓപ്ഷൻ ബി. ഡയമീറ്ററിന്റെ ടൈപ്പ് വെച്ചിട്ടാണ് റിവറ്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഗ്രോസ് ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ റിവറ്റിന്റെ കേസിൽ എന്തായിട്ട് എടുക്കുന്നത്? ഡയാമീറ്റർ ഓഫ് ഹോൾ ആയിട്ടാണ് എടുക്കുക. നോമിനൽ ഡയമീറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 mm ആണെങ്കിൽ ഗ്രോസ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു ഡി നോമിനൽ ഗ്രോസ് ഇസ് ഈക്വൽ ടു എന്താണ്? 5 നോമിനൽ 5n പ്ലസ് 1.5. നോമിനൽ ഗ്രേറ്റർ ദാൻ 25 വരുവാണെങ്കിൽ 5 ഗ്രോസ് ഇസ് ഈക്വൽ ടു 5 നോമിനൽ പ്ലസ് 2m. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ മോഡ് ഓഫ് ഫെയിലിയർ ഇൻ എ ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയൽ? ഒരു ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയലിലുള്ള മോഡ് ഓഫ് ഫെയിലിയർ ഏതാണ്? ടെൻഷൻ, ഷിയർ, ബെയറിംഗ്, ക്രഷിംഗ്. യെസ്, ഓപ്ഷൻ ബി ഷിയർ ആണ് കറക്റ്റ് ആൻസർ.
നമുക്ക് രണ്ട് മെമ്പറിനെ റൈറ്റ് ആംഗിൾ ഇരിക്കുന്നത് കണക്ട് ചെയ്യാനാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇഫ് എ ബി സി ആൻഡ് ഡി ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നതെങ്കിൽ എ ബി അല്ലെങ്കിൽ ബി സി, എ ബി ഓർ ബി സി നമ്മൾ വിളിക്കുന്ന പേരാണ് സൈസ് ഓഫ് വെൽഡ്. ഇനി ബി ഡി എന്ന് പറഞ്ഞ ഈ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുന്ന പേരാണ് ത്രോട്ട് തിക്നെസ്. ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഷിയറിന് ഈ ഷിയറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് ഡിസൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വെൻ സിമെന്റ് ആൻഡ് ലൈം ആർ യൂസ്ഡ് ഇൻ ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ആസ് ബൈൻഡിംഗ് ലൈറ്റ് മെറ്റീരിയൽ മോട്ടാർ, ഇറ്റ് ഇസ് നോൺ ആസ് ലൈറ്റ് വെയ്റ്റ് മോട്ടാർ, ഫയർ റെസിസ്റ്റന്റ് മോട്ടാർ, ഗേജ്ഡ് മോട്ടാർ, വാട്ടർ റെസിസ്റ്റന്റ് മോട്ടാർ. സിമെന്റും ലൈമും നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് ഒരാളെ സിമെന്റും അല്ലെങ്കിൽ ലൈമോ മാത്രം കൊടുക്കാതെ എന്താണ് രണ്ടും കൂടി നമ്മൾ ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ സി ഗേജ്ഡ് മോട്ടാർ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഗേജ്ഡ് മോട്ടാർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇന്റേണൽ വെർട്ടിക്കൽ സൈഡ്സ് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഓപ്പണിംഗ്സ് പ്രൊവൈഡ് ഇൻ എ വോൾ ആർ നോൺ ആസ്. വോളിൽ നമ്മൾ വോളിൽ അതായത് ഡോറും വിൻഡോ ഓപ്പണിങ്സിലും വെർട്ടിക്കൽ സൈഡ് ഓഫ് ഡോറിനെയും വിൻഡോനെയും വിളിക്കുന്ന പേരെന്താണ്? വെർട്ടിക്കൽ, റിവീൽ, ജാംസ്, നൺ ഓഫ് ദീസ്. യെസ്, ജാംസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജാംസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം പെർമിസിബിൾ എമൗണ്ട് ഓഫ് fluoride for domestic consumption of water should be 0.1, 1.5, 5, 10. യെസ്, ഓപ്ഷൻ ബി 1.5 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. അതായത് 1 മില്ലിഗ്രാം പെർ ലിറ്റർ വരെ നമുക്ക് ഫ്ലൂറൈഡിന്റെ അളവുണ്ടെങ്കിൽ ഡെന്റൽ ക്യാവിറ്റീസ് ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എക്സസ് ആവുകയാണെങ്കിൽ അതായത് 1.5 മില്ലിഗ്രാം പെർ ലിറ്ററിന്റെ കൂടുതൽ ഫ്ലൂറൈഡ് വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് ഡീക്കെയും അതുപോലെ തന്നെ ടീത്തിലുണ്ടാവുന്ന കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 5 മില്ലിഗ്രാം പെർ ലിറ്റർ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് കോസസ് ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സോ നമുക്ക് ഫ്ലൂറൈഡ്സിന്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എത്രയാണ്? 1 മില്ലിഗ്രാം പെർ ലിറ്ററും അതുപോലെ തന്നെ കോസ് ഫോർ റിജക്ഷൻ എത്രയാണ്? 1.5 മില്ലിഗ്രാം പെർ ലിറ്ററുമാണ്. മില്ലിഗ്രാം പെർ ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ടിൻഡോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ കളർ, ഓർഡർ, ഹാർഡ്നെസ്, ടെമ്പറേച്ചർ. പറഞ്ഞോളൂ. യെസ്, ഓപ്ഷൻ എ കളറാണ് ടിൻഡോമീറ്റർ നമ്മൾ വെച്ച് മെഷർ ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് കളർ തന്നെ 2 കളർ ഉണ്ട്. ട്രൂ കളറും ഉണ്ട്, അതുപോലെ തന്നെ അപ്പാരന്റ് കളറും ഉണ്ട്. ട്രൂ കളർ ആരാ കൊടുക്കുന്നത്? ഡിസോൾവ്ഡ് സോളിഡ്സും. അപ്പാരന്റ് കളറോ സസ്പെൻഡഡ് സോളിഡ്സും ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് കളറിന്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് 5 TCU ആണ്. ആൻഡ് കോസ് ഫോർ റിജക്ഷൻ എന്ന് പറയുന്നത് 25 TCU ആണ്. കോഡ് പ്രകാരമുള്ള വാല്യൂ ആണ്, ഓർത്ത് വെക്കുക, 5 and 25. ഏതിനാണ്? ടിൻഡോമീറ്റർ കളർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
A waterborne disease may be controlled by disinfection of water, sterilization of water, demineralization of water, desalination of water. ഓപ്ഷൻ എ ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ. വാട്ടർ ഡിസിൻഫെക്ഷൻ വഴി എന്ത് പറ്റും, നമുക്ക് വാട്ടർ ബോൺ ഡിസീസ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി പ്രിസ്ക്രൈബ് പെർമിസിബിൾ ലിമിറ്റ് ഓഫ് ക്ലോറൈഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് 150, 200, 250, 300. 250. ഓപ്ഷൻ സി 250 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് ഫ്ലൂറൈഡിന്റെ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്, ക്ലോറൈഡിന്റെ സ്പെസിഫൈഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലോറൈഡിന്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 250 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ആൻഡ് കോസ് ഫോർ റിജക്ഷൻ ആണെന്ന് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് എത്രയാണ്? 1000 മില്ലിഗ്രാം പെർ ലിറ്റർ. ഇത് രണ്ടും ഓർത്ത് നോക്കാം. ഇതുപോലെ ഹാർഡ്നെസ് കൂടി പറയാം. ഹാർഡ്നെസിന്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ് 200 മില്ലിഗ്രാം പെർ ലിറ്റർ ആണ്. ഫോസ്ഫോർ റിജക്ഷൻ ആണെങ്കിൽ 600 മില്ലിഗ്രാം പെർ ലിറ്ററും. ഡൊമസ്റ്റിക് സപ്ലൈയിൽ നമുക്ക് ഹാർഡ്നെസിന്റെ വാല്യൂ 75 to 150 മില്ലിഗ്രാം പെർ ലിറ്ററിന്റെ ഇടയിലാവണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഇസ് പ്രിപ്പയർഡ് ഇഫ് എ സാങ്ഷൻഡ് എസ്റ്റിമേറ്റ് എക്സീഡ്സ് ഡാഷ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ. എപ്പോഴാണ് നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്? നമ്മുടെ സാങ്ഷൻ്റെ എസ്റ്റിമേറ്റിന്റെ എമൗണ്ട് എത്ര എക്സീഡ് ചെയ്യുമ്പോഴാണ്? 4, 2.5, 2, 5%. യെസ്, ഓപ്ഷൻ ഡി 5%. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? സാങ്ഷൻ്റെ എസ്റ്റിമേറ്റ് 5% കൂടുതൽ എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു റിവൈസ് എസ്റ്റിമേറ്റ് കൊണ്ടുവരാം. ആ റിവൈസ് എസ്റ്റിമേറ്റ് എപ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ? 95% നമുക്ക് 95% റീറ്റെയിൻ ചെയ്യാം. അതായത് നമുക്ക് സാങ്ഷൻ എസ്റ്റിമേറ്റ് 5% എക്സീഡ് ചെയ്യുവാണെങ്കിൽ അതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്രൈസ് ലെവലിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ എക്കണോമിയിൽ ഉണ്ടാകുന്ന എന്ത് ചേഞ്ച് കാരണം ഈ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബോട്ടം ഓഫ് ദി ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ആൻഡ് ഹൈ ഫ്ലഡ് ലെവൽ ഇസ് നോൺ ആസ്. സൂപ്പർ സ്ട്രക്ചറിന്റെ ഏറ്റവും ബോട്ടവും അതുപോലെ തന്നെ ഹൈ ഫ്ലഡ് ലെവലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിന് എന്ത് പറയും? സ്ലൂയിസ് ലെവൽ, ഫുൾ ടാങ്ക് ലെവൽ, ടോപ്പ് ബോണ്ട് ലെവൽ, ഫ്രീ ബോർഡ്. യെസ്, ഓപ്ഷൻ ഡി ഫ്രീ ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ലൈം വാട്ടർ ഇസ് ജനറലി മെയ്ഡ് വിത്ത് ക്വിക്ക് ലൈം, ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, വൈറ്റ് ലൈം. ലൈം വാട്ടർ നമ്മൾ മെയിൻലി വെക്കുന്നത് ആര് വെച്ചിട്ടാണ്? ഹൈഡ്രോളിക് ലൈം വെച്ചിട്ടാണ്. ഹൈഡ്രോളിക് ലൈമിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് വാട്ടറിന്റെ പ്രസൻസിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഓക്കെ, അണ്ടർ വാട്ടർ സെറ്റിംഗ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അത് സ്പെല്ല് ചെയ്യും. 2 to 2.5 ടൈംസ് വരെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ സ്ലേക്കിംഗ് പ്രോപ്പർട്ടി വളരെ കുറവാണ്. സെറ്റ് ചെയ്യാണ് ഫസ്റ്റ് പതിവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കോമ്പാക്റ്റഡ് ഡെൻസ് സാൻഡ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഡാഷ് റിലേറ്റീവ് ഡെൻസിറ്റി. 1.2, 0.4, 0.6, 0.8.
0.8 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. സോ ഒരു ടാബിലാക്കോളം നോക്കി വെക്കാൻ നല്ലതായിരിക്കും. റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓഫ് കോമ്പാക്ഷൻ. ഓക്കെ, സോറി, റിലേറ്റീവ് ഡെൻസിറ്റി RD. 0 to 15 വരും, അതുപോലെ തന്നെ 15 to 35, 35 to 65, 65 to 85, 85 to 100. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ഓഫ് കോമ്പാക്ഷൻ എന്താണെന്നാണ്. 0 to 15 റിലേറ്റീവ് ഡെൻസിറ്റി വരുവാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ലൂസ്. 15 to 35 ആണെങ്കിൽ ലൂസ് ആണ്. അതുപോലെ തന്നെ 35 to 65 മീഡിയം ഡെൻസ് ആണ്. അതുപോലെ തന്നെ 65 to 85 ഡെൻസ് ആണ്. 85 to 100 ആണെങ്കിൽ വെരി ഡെൻസ് ആണ്. അപ്പോൾ കോമ്പാക്ട് ഡെൻസ് എന്ന് പറയുന്നത് 65 മുതൽ 85% വരെ. അപ്പോൾ കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെറിക്കൽ ഷേപ്പ് ഓഫ് ഡ്രോപ്ലെറ്റ് ഓഫ് മെർക്കുറി ഈസ് ഡ്യൂ ടു. ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് മെർക്കുറിക്ക് സ്പെറിക്കൽ ഷേപ്പ് വരുന്നത്? ഹൈ ഡെൻസിറ്റി, ഹൈ സർഫസ് ടെൻഷൻ, ഹൈ അഡഷൻ, വാട്ടർ. യെസ്, ഹൈ സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, കൈനമാറ്റിക് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് ഓൺ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ decreases, increases, remains same, first decreases then increases. ഗ്യാസസിന്റെ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, ഓപ്ഷൻ ബി. ലിക്വിഡ് ആയിരുന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വിസ്കോസിറ്റി കുറയും. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസസിനകത്ത് ഒരുപാട് ഇന്റർ മോളിക്കുലർ സ്പേസസ് ഉണ്ട്. അതായത് ഒരു പർട്ടിക്കുലർ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം മാറിയിട്ടായിരിക്കും അടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കിലോട്ട് നമുക്ക് എന്താണ് ഈ ഒരു ദൂരത്തിരിക്കുന്നത് കാരണം സ്പേസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് വീണ്ടും വീണ്ടും അടുത്തേക്ക് പോകണം. അപ്പോൾ ബോയൻസി ഫോഴ്സ് നമുക്ക് നെഗ്ലിജിബിൾ ആണ്. പാർട്ടിക്കിൾസ് അടുത്തടുത്തിരുന്നാൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? ബോയൻസി ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ബോയൻസി ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ വിസ്കോസിറ്റിയും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. പാർട്ടിക്കിൾസ് ദൂരെ ദൂരെ പോയും അത് തമ്മിൽ ഷിയർ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് നമുക്ക് എന്താണ് വിസ്കോസിറ്റി കൂടുതലായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. Okay, and the batching tolerance of aggregate as per IS 456/2000 is plus or minus 1, plus or minus 1.5, plus or minus 2, option D, plus or minus 3. അഗ്രിഗേറ്റിന്റെ ആണ് പറയുന്നത്. അഗ്രിഗേറ്റിന്റെയും അഡ്മിക്സ്ചറിന്റെയും വാട്ടറിന്റെ എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. വാട്ടറും അതുപോലെ തന്നെ അഗ്രിഗേറ്റ്, ഇവരുടെ എല്ലാം ബാച്ചിങ് ടോളറൻസ് എത്ര വരാ? plus or minus 3%, option D. IS 456/2000 ക്ലോസ് 10.2 കിടപ്പുണ്ട്. ബാച്ചിങ് എന്ന് പറയുന്ന ക്ലോസിൽ കിടപ്പുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ പോയി വായിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, the load at which an element, a member or a structure as a whole either collapses in service or buckles in load test and develops excessive lateral deformation or instability is known as buckling load, yielding load, eccentric load, failure load. ഇത് ആരുടെ ഡെഫിനിഷൻ തന്നെയാണ്? യെസ്, ഓപ്ഷൻ എ ബക്ലിംഗ് ലോഡിന്റെ ഡെഫിനിഷൻ ആണ്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? പൈ സ്ക്വയർ EI ഡിവൈഡഡ് ബൈ L എഫക്റ്റീവ് സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, the design of steel structures
The ratio of effective stress of a member to the radius of effective length of a member to the radius of gyration of cross section about the axis under consideration is called effective length radius of gyration. It is equal to lambda. That is slenderness ratio, option B. അടുത്ത question, maximum permitted spacing of main bars in a slab. Yes, main bars ആയതുകൊണ്ട് 3D or 300 mm. Distribution bar ആണെങ്കിൽ 5D or 450 mm. Okay. അടുത്ത question, which of the following unit is the kind in which of the following unit kinematic viscosity of fluid is measured? Meter per second square, dyne stock. Kinematic viscosity nu is equal to dynamic viscosity by density. SI unit ആണെങ്കിൽ meter square per second. CGS ആണെങ്കിൽ എത്ര വരും നമുക്ക് 10⁴ centimeter square per second. That is stock. 10⁴ stocks. അടുത്ത ദിവസം നോക്കാം. Capitalized value for property is the product of annual income and annuity, annual income and interest, annual income and sinking fund, annual income and year's purchase. Yes, എന്താണ് correct answer? Annual income and year's purchase. അടുത്ത question, the maximum shear stress in a rectangular beam is rectangular beamil കിട്ടുന്ന maximum shear stress എത്രയാണ്? 1.25 times average, 1.5 times average, 1.75 times average, 2 times average. It is 1.5 times the average. ആരും ആൻസർ പറയുന്നില്ലല്ലോ. ഓപ്ഷൻ ബി. അടുത്ത question, the maximum deflection on a due to uniformly distributed load W per unit length over the entire span of a cantilever of length L and flexural rigidity EI. ഒരു കാൻറ്റിലിവർ ആണുള്ളത്, ആ കാൻറ്റിലിവറിന് UDL ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. സോ നമുക്കറിയാം എങ്ങനെ ഡിഫ്ലക്ട് ചെയ്യും, ഡിഫ്ലക്ട് ചെയ്യും അല്ലേ. സോ നമ്മുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ WL3/6EI ആൻഡ് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ? WL4/8EI. ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ടിപ്പ് നമ്മുടെ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, എങ്ങനെയാണ് നമ്മൾ ഈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ പഠിക്കാതെ തന്നെ ഓർമ്മയിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് WL4/8EI, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the ratio of focal length of the objective to study an interval is called. എന്താണ് വരിക? ഇറ്റ് ഈസ് കോൾഡ് ആസ് റേഷ്യോ ഫോക്കൽ ലെങ്ത് ടു സ്റ്റഡി എ ഇന്റർവെൽ, F/I. അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലൈയിങ് ഫാക്ടർ, ഓപ്ഷൻ ബി. സ്റ്റാഫ് ഇന്റർവെല്ലോ ബി.
അഡിറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് പ്ലസ് ഡി ആണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റന്റ് നമ്മൾ 100ഉം അഡിറ്റീവ് കോൺസ്റ്റന്റ് 0 ആയിട്ടാണ് എടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, the void ratio of a soil sample is given by 0.58. What is the porosity of the soil sample? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ചെയ്തിട്ട് ആൻസർ പറയാം. കിട്ടിയ ആൻസർ? യെസ്, 0.367. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ട? പോറോസിറ്റി ആണ്. സോ ഇ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ. 0.58 ഡിവൈഡഡ് ബൈ 1.58. നമുക്ക് 0.367. ഓപ്ഷൻ ബി അല്ലെ 2. Okay, next question. The approximate allowable stress in axial compression in reinforced concrete is? RCC reinforced cement concrete axial compression maximum allowable stress 0.25 FCK, 0.44 FCK, 0.33 FCK, 0.30 FCK. Yes, 0.44 FCK ആണ്. നമ്മുടെ FCK നെ ഒരു 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്? 0.67 FCK. ഇതിനെ വീണ്ടും 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 0.446 FCK. ഓപ്ഷൻ ബി വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to IS 800/1984, the permissible stress in axial tension of steel is? Axial tension 0.60 FY. ഓപ്ഷൻ ഡി ആണ്. ആൻഡ് ഇപ്പം ആക്സൽ ആയതുകൊണ്ടാണ് 0.6 വന്നത്. ബെൻഡിങ് വല്ലതും ആയിരുന്നെങ്കിൽ അടുത്ത ലെറ്റർ 0.66. 0.60 കഴിഞ്ഞിട്ടാണ് 0.66. എ കഴിഞ്ഞിട്ടാണ് ബി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ about neutral axis to the distance of the most distance point in the section from the neutral axis is called polar modulus, section modulus, modulus of rupture, flexural rigidity. Yes, option B, section modulus. എന്താ പറഞ്ഞിരിക്കുന്നത്? I by distance to the most distant point of the section, y max. അതിനെയാണ് z അഥവാ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ഫീൽഡ് റിവറ്റ്സ് മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സസ് ഇൻ റിവറ്റ്സ് ആൻഡ് ബോൾസ് ആസ് ഗിവൺ ഇൻ ദ കോഡ് ആർ റെഡ്യൂസ്ഡ് ബൈ. ഫീൽഡ് റിവറ്റിൽ മാക്സിമം പെർമിസിബിൾ സ്ട്രെസ്സസ് റിവറ്റിലും ബോൾഡിലും നമ്മൾ എത്ര കുറയ്ക്കുന്നത്? നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. 5, 10, 15, 20. Yes, 10%. Option B. അടുത്ത ക്വസ്റ്റ്യൻ, the following bearings were observed while traversing with the compass. Which stations are affected by local attraction? Local attraction ഉള്ള സ്റ്റേഷൻസ് കണ്ടുപിടിക്കുക. A, B, B, C, C, D, D, A തന്നിട്ടുണ്ട്. We have to find out which of the following stations are affected by local attraction.
എല്ലാം ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും തമ്മിലുള്ള വ്യത്യാസം 180 ഡിഗ്രി വരുന്നതിനകത്ത് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാകത്തില്ല. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് വരിക, ഈ ഇത് വരും, അതായത് ബി സിയിലും വരും സി ഡിയിലും വ്യത്യാസം വരും. അതായത് രണ്ടിലും കോമൺ ഉള്ള ഏതാണ്, സി ആണ്. അതുപോലെ തന്നെ സി ഡിയിലും വരും ഡി എയിലും വരും. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഏതാണ്, ഡി ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ബോത്ത് സി ആൻഡ് ഡി. ഇത് മാത്രമാണ് ആക്ച്വലി 180 ഡിഗ്രി ഡിഫറൻസ് തരാം. ബാക്കി എല്ലാത്തിനും ഈ ഒരു വ്യത്യാസം ഉണ്ടാണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. സി ആൻഡ് ഡി ഇസ് എ കറക്റ്റ് ആൻസർ. Next question, gradient on a highway is 1 in 20, radius of the curve is 200 meter. After grade compensation, the grade to be provided should not be less than 4%. Calculate the grade compensation. Percentage grade compensation എന്ന് പറയുന്നത് 30 plus R divided by R. 30 plus 200 divided by 200. So ഇത്ര നമുക്ക് വരിക, and it is subjected to a maximum of 75 by R. അപ്പം 300, 75 by 300. Sorry, 200. നമുക്ക് ചെയ്യുമ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര വരും, രണ്ടും ചെയ്യുമ്പോൾ സബ്ജക്ട് ടു മാക്സിമം ഓഫ് 0.38%. ഓപ്ഷൻ എ, യെസ്, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ഫ്ലക്ഷണൽ റിജിഡിറ്റി ഓഫ് എ ബീം ബി ബൈ ഡി ടു അനദർ വൺ ബി ബൈ 2d ഓഫ് സിമിലർ മെറ്റീരിയൽ വിൽ ബി. ഫ്ലക്ഷണൽ റിജിഡിറ്റി. ഫ്ലക്ഷണൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇ ഐ ആണ്. ഓക്കെ, ഒരു ബീം ബി ബൈ ഡി ആണ്. സോ ഇ ഇൻറ്റു ബി ഡി ക്യൂബ് ബൈ 12. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഐ ഇൻറ്റു ബി ഇൻറ്റു 2d ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 12. 2 ക്യൂബ് 1/8. ഓപ്ഷൻ സി 1/8. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം സൈസ് ഓഫ് എ ഫില്ലറ്റ് വെൽ ഫോർ എ പ്ലേറ്റ് ഓർ സ്ക്വയർ എഡ്ജ് ഇസ് 1.5 millimeter ലെസ് ദാൻ the thickness of the plate, 1/2 of the thickness of the plate. Thickness of the plate itself 1.5 mm more than the thickness of the plate. മാക്സിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ എഡ്ജ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ക്വയർ എഡ്ജ് വരുവാണെങ്കിൽ മാക്സിമം സൈസ് ഇസ് ഈക്വൽ ടു തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ് മൈനസ് 1.5. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി റൗണ്ടഡ് എഡ്ജ് ആണെങ്കിൽ എന്ത് വരും, നമുക്ക് 3/4 ഓഫ് ടി വരും. The maximum size of the weld ആയതുകൊണ്ട് thickness depends upon the thickness of the thinner plate ആണ്. മാക്സിമം സൈസ് പറഞ്ഞാൽ തിന്നർ പ്ലേറ്റിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ഓപ്പോസിറ്റ് പോലെ. ഇനി മിനിമം സൈസ് ആണെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ദ തിക്നെസ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് വരും. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത ദിവസം നോക്കാം. The minimum quantity of cement that is needed in 1 meter cube of a reinforced concrete which is not directly exposed to weather in kg. വെതർ ആയിട്ട് ഡയറക്ട്ലി എക്സ്പോസ്ഡ് അല്ല, RCC വർക്കിന് വേണ്ട മിനിമം ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കണ്ടന്റ്.
നമുക്ക് നമ്മുടെ ഇതിനകത്ത് കോഡിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ടാബുല കോളം ഉണ്ട്. ഈ ടാബുല കോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരുപാട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടാബുല കോളമാണ്. ആൻസർ എത്ര വരെ? ഓപ്ഷൻ സി 300 ആണ്. മിനിമം സിമിലർ കണ്ടന്റ് വരുന്നത് ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓഫ് എ ബിൽഡിംഗ് വിത്ത് എ ടോട്ടൽ പ്ലിന്ത് ഏരിയ ഓഫ് 500 square meter. The rate of plinth area is rupees 3,000 per square meter. The cost of water supply and contingencies are 7% and 5% of the cost of construction respectively. പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട്, ടോട്ടൽ റേറ്റ് ഓഫ് പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് വാട്ടർ സപ്ലൈയും കണ്ടിജൻസീസും 7% 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ? So 500 into 300. 3000 ഏതാ ഓപ്ഷൻ? ഏതാ വരെ ഓപ്ഷൻ? ആൻസർ വേഗം പറഞ്ഞേ. സ്ട്രീം ആണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? 7% വാട്ടർ സപ്ലൈക്കും 5% കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനും ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് 0.07 പ്ലസ് 0.05 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര ആൻസർ വരിക? Yes, option C. 16,80,000. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റന്റ് if focal length of the objective glass is 250 mm, steady intercept is 2 mm and distance to the instrumental axis. നമുക്ക് ടെക്യോമെട്രി ആക്ച്വലി ഇത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം, കാര്യം നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പം ആൻസർ ഓപ്ഷൻ ഡി സി. C1 16 lakh കിട്ടും. ഇത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടെൻഷൻ മെമ്പർ ഇഫ് സബ്ജക്റ്റഡ് ടു റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് due to wind, the slenderness ratio of the member should not exceed. ടെൻഷൻ മെമ്പർ ആണ്, പക്ഷെ റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് ഉണ്ടെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ ലാംഡ എത്ര വരിക? നമ്മുടെ കോഡിൽ പറഞ്ഞിരിക്കുന്ന a member normally acting as a tie in a roof truss or a bracing system not considered effective when subjected to possible reversal of stress. അതായത് ടെൻഷൻ മെമ്പർ തന്നെയാണ്, റിവേഴ്സൽ ഓഫ് സ്ട്രെസ് പോസിബിൾ ആണെങ്കിൽ നമ്മുടെ പെർമിസിബിൾ ലാംഡ അല്ലെങ്കിൽ സ്ലെൻഡർനെസ് റേഷ്യോ എത്രയാണ്? ഓപ്ഷൻ ഡി 350. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് പെനട്രേഷൻ ഓഫ് പ്ലഞ്ചർ ഇൻ വിക്കാറ്റ് apparatus IS 5513/1976 from the bottom of the vicat mold when cement paste is tested for standard consistency according to IS 4031/1988? ബോട്ടം ഓഫ് ദ മോൾഡ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. യെസ്, 5 to 7 mm, ഓപ്ഷൻ ബി. At the question, which of the following Indian standard codes provides conservatively imposed load for buildings and structure? IS 875 Part 1, 1987, IS 875 Part 3, 1987, IS 875 Part 4, 1987, IS 875 Part 2, 1987. ഇമ്പോസ്ഡ് ലോഡ് ആണ്. ഇമ്പോസ്ഡ് ലോഡ് നമുക്ക് തരുന്നത് IS 875 Part 2 ആണ്. ഓപ്ഷൻ ഡി. പാർട്ട് 3 ഏതാ തരിക? വിൻഡ് ലോഡ്. പാർട്ട് 4 സ്നോ ലോഡ്. ഓക്കെ. ആൻഡ് IS 1893 പാർട്ട് 1 ആണ് എന്ത് തരുന്നത്? എർത്ത് ക്വേക്ക് ലോഡ് തരുന്നത്.
പാർട്ട് 1 IS 875 പാർട്ട് 1 1987 എന്താണ് ഡെഡ് ലോഡാണ്. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഒരുവിധം ആൾക്കാർ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ വാട്ടർ അതോറിറ്റി എക്സാം ഓൺ ദ വേർജ് ഓഫ് അല്ലേ, നമ്മളത് ഏകദേശം എത്താറായി. 40 ദിവസം കൂടി ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം പോയ ഒരു 35 to 40 ഡേയ്സ്. നമ്മൾ 21st അതായത് ഈ വരുന്ന 21st നമ്മളൊരു പുതിയ ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗോൾഡ് ബാച്ചസിന്റെ സ്പെഷ്യാലിറ്റി പോലെ തന്നെ ഈ ഗോൾഡ് ബാച്ചിൽ മാസിയോളിനോ ദേ വിൽ ബി മെന്റർ ഉണ്ടോ നിങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അതല്ല, വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലാസ്റ്റ് ഡേയ്സിൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ പ്രിപ്പറേഷൻ ഒന്ന് ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കും നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് നോക്കുക മാക്സിമം അല്ലേ. അപ്പം അത് ഒന്ന് ഗിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ നമുക്ക് കൂടുതൽ ലൈവില് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും സെഷന്റെ സിനോപ്സിസ്, ഇപ്പം നിങ്ങളൊരു സബ്ജക്റ്റ് ഓൾറെഡി ഫുൾ പഠിച്ചിരിക്കുകയാണ്, പക്ഷേ അതിന്റെ സിനോപ്സിസ് നിങ്ങൾക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാം. ആ സിനോപ്സിസ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സസ് ആണ് നമ്മൾ ഈ ഒരു ഗോൾഡ് ബാച്ചിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് 35 ഡേയ്സ് എങ്ങനെ എഫക്റ്റീവായി നമുക്ക് ഈ ഒരു എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ, അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ വെബിനാർ അറ്റൻഡേഴ്സ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്കറിയാം എക്സാംസിന്റെ ഈ ഒരു അടുത്തെത്തിക്കുന്ന സമയത്ത് ഇനി നമുക്ക് ഹാർഡ് വർക്കിന്റെ കൂടെ തന്നെ അക്കോർഡിംഗ് ടു എന്താണ് നമ്മുടെ ഈ ഒരു ഇൻ ഹാൻഡിൽ നമ്മൾ രണ്ട് കൈയും ഒരുപോലെ യൂസ് ചെയ്യുന്നു എന്ന ഒരു അർത്ഥം വേണമെങ്കിൽ പറയാം. നമ്മൾ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കൂടെ കൊണ്ടുവരുന്ന ടൈമാണ്. അതായത് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും കാലം പഠിച്ചു, നമുക്ക് കുറച്ച് സ്മാർട്ട് വർക്ക് വേണം. ഇപ്പൊ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതും അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്സ് ആണെങ്കിലും ഇനി കുറെ തിയറി കൂടുതൽ പോയി ഗ്രാസ്പ് ചെയ്യാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് ഇനി നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യനിലൂടെ കുറെ തിയറിയും കൂടെ കിട്ടും. അപ്പൊ അതുവഴിയും കൂടി കുറച്ച് നിങ്ങൾക്ക് നോളജ് കിട്ടും. അതായത് ഒരു സബ്ജക്റ്റിൽ ഒരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കും. അപ്പൊ അതൊന്ന് നോക്കേണ്ട ടൈമാണ് ഇനി വരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമ്മുടെ 21st ഗോൾഡ് ബാച്ചിന് ഇഫ് യു ആർ വില്ലിംഗ് ടു ജോയിൻ, ഈ താഴെ കാണുന്ന നമ്പർ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഗോൾഡ് ബാച്ചിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, സോ റിഗാർഡിങ് എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ടോപ്പിക്കോ എന്തിനെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും സബ്ജക്ട് അത്രത്തോളം പഠിക്കണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്, നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് ഒത്തിരി കടുപ്പമുള്ള പ്രോബ്ലംസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് മോസ്, RCC അങ്ങനെ സ്ട്രക്ചറൽ അനാലിസിസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ഇന്നത്തെ സെഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കൂടുതലും തിയറി ആയിട്ട് വരുന്ന പോർഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ എന്നാലും നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഒത്തിരി സെഷൻസ് കണ്ടക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ND ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള വെബിനാർസോ അല്ലെങ്കിൽ അതിനകത്തുള്ള റെക്കോർഡഡ് വീഡിയോസോ നോക്കി കഴിഞ്ഞാൽ പല സബ്ജക്റ്റിന്റെയും ESന്റെ ആണെങ്കിലും ഈ നമ്മുടെ SSC JD ആണെങ്കിലും വേറെ സ്റ്റേറ്റ് PSC ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഡിസ്കസ് ചെയ്ത് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അതായത് റെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് റെസ്റ്റ് കുറവ് മതി, എന്നാലും പഠിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വേറെ സോഷ്യൽ മീഡിയ ആപ്സോ അല്ലെ ഫോൺ വേറെ എടുത്ത് തുടക്കുന്നതിന് പകരം യൂട്യൂബ് എടുത്ത് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ, ഒത്തിരി വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. ആ വീഡിയോസ് ഒക്കെ കണ്ടു പഠിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും ഈ ഒരു ലാസ്റ്റ് മിനിറ്റിന്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരുപാട് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാര്യം ഒരിക്കലും മറക്കരുത്.
ഓക്കെ, അപ്പോൾ വേറെ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ അടുത്തൊരു സെഷൻ നമുക്ക് ഇതുപോലെ ഓരോ സബ്ജക്ട് കെമിക്കലും മെക്കാനിക്കലും ഒക്കെ ഇതുപോലെ സെഷൻസ് ഉണ്ട്, സിവിലിൻ്റെ സെഷൻസും ഉണ്ട്. സോ പ്ലീസ് ഡു അറ്റൻഡ്. എല്ലാവരും അറ്റൻഡ് ചെയ്ത് എക്സാം പ്രിപ്പറേഷൻ നന്നായിട്ട് നടത്തുക. താങ്ക് യു.